ശൗര്യത്തോടെ സർക്കാരിനെതിരെ ഗർജിക്കുന്ന ഒരു പെൺസിംഹത്തെ പോലെ മമതയെ നമ്മൾ കണ്ടിട്ടുണ്ട്. നെറ്റിയിൽ നിന്നും ചോര വാർന്നൊലിച്ച് ജീവശവം പോലെ കിടക്കുന്ന ഒരു മമതയെ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞു കണ്ടിരുന്നു. യഥാർത്ഥത്തിൽ മമതയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നും ദുരൂഹതകളിൽ നിറഞ്ഞു നിൽക്കുകയാണല്ലേ. ദുരൂഹത നിറഞ്ഞ മമതയുടെ മുറിവ് ഇപ്പോൾ ചാനലുകൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരുപാട് അഭ്യൂഹങ്ങൾ ചാനലുകൾ പറഞ്ഞു പരത്തുന്നുണ്ട്. സത്യം എന്താണെന്ന് ഇതുവരെ ആർക്കും അറിയില്ല. മമതയുടെ ഈ മുറിവിന് പിന്നിൽ എന്തെങ്കിലും എലക്ഷൻ തന്ത്രമുണ്ടോ, വോട്ട് പിടിക്കാനുള്ള മമതയുടെ പുതിയ സഹതാപ തന്ത്രമാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ തൃണമൂൽ കോൺഗ്രസിന് മാത്രമേ അറിയുകയുള്ളൂ. കാരണം ഇതുപോലുള്ള ഒരുപാട് നാടകീയ രംഗങ്ങൾ ഇതിനു മുൻപും മമതയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അല്ലെ. കഴിഞ്ഞ ഇലക്ഷനിൽ കാലൊടിഞ്ഞ് വീൽ ചെയറിൽ ഇരുന്ന മമതയെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഇതൊക്കെ ഇലക്ഷൻ ഡ്രാമ മാത്രമാണോ? ആണെങ്കിൽ മമതജി ഇനി മുതൽ അടവ് മാറ്റി പ്രയോഗിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ജനങ്ങളിൽ ഇതൊന്നും ഏൽക്കുന്നില്ല. വാർന്നൊലിക്കുന്ന മുറിവ് യാതൊരു രീതിയിലുള്ള ഫസ്റ്റ് എയ്ഡും ചെയ്യാതെയാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുന്നത്. അങ്ങനെ തോന്നിക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ എല്ലാവരും കണ്ടതല്ലേ. ഇതൊക്കെയാണ് സംശയങ്ങളിൽ നിലനിൽക്കുന്നത്. BP കൂടിയെന്നും ത്രെഡ്മില്ലിൽ നിന്നും വീണെന്നുമുള്ള പലതരത്തിലുള്ള ഉത്തരങ്ങളാണ് TMC പറയുന്നത്. എന്തായാലും സ്വന്തം വീട്ടിൽ വെച്ച് നടന്നത് കൊണ്ട് തന്നെ ഇത് മറ്റൊരു രീതിയിലേക്ക് വളച്ചുവിടാൻ TMCക്ക് കഴിയില്ല. അതായത് BJPയെ ചൂണ്ടുവിരലിൽ നിർത്തുന്ന മമതയുടെ സ്ഥിരം ഏർപ്പാട് ഇവിടെ നടക്കില്ലല്ലോ. പിന്നെ മമതയെ ഇല്ലാതാക്കണം എന്നുള്ള ആഗ്രഹം മമതയുടെ വീട്ടിൽ തന്നെ ഉണ്ടോ? അതൊരു സംശയമാണ്. മമതയുടെ കൂടെ താമസിക്കുന്ന ബന്ധുക്കൾ തന്നെ ഇത് ചെയ്തെന്ന് പറയുന്നുണ്ട്. ഇതൊന്നും സത്യമാണോ ഒന്നും അറിയില്ല. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്നും ലഭിക്കുന്ന വാർത്തകൾ മാത്രമാണ്. ആരാണ് ചെയ്തത്, എന്താണ് ഇതിനു പിന്നിലുള്ള ഉദ്ദേശം, ഇതിൽ വ്യക്തത ഇതുവരെ ലഭ്യമല്ല. ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ആദ്യം വന്ന വാർത്തകൾ എന്താണ്? മമതയ്ക്ക് ഗുരുതര പരിക്ക്, എല്ലാവരും പ്രാർത്ഥിക്കണം. വൈകിട്ടായപ്പോഴേക്കും ഗുരുതര പരിക്ക് കുറഞ്ഞ് ഡിസ്ചാർജ് വാങ്ങി വീട്ടിൽ പോയി. ഇതൊക്കെ ജനം വിശ്വസിക്കണം. 21ാം നൂറ്റാണ്ടാണ്. ഈ പിള്ളേര് കളി മതിയാക്കി മമത സ്ട്രോങ് ആയി കളിക്ക്. അത് കാണാൻ ഒരു ത്രില്ലെങ്കിലും ഉണ്ടാകും. ഇനി മുറിവ് സത്യമാണെങ്കിൽ അവർ വേഗം സുഖം പ്രാപിക്കട്ടെ അല്ലെ. എങ്ങനെ സംഭവിച്ചു എന്നുള്ള വ്യക്തത വരുത്തണം. അല്ലാതെ അവിടെയും ഇവിടെയും തൊടാതെയുള്ള പല കാരണങ്ങളല്ല പറയേണ്ടത്. എന്തായാലും മമതയുടെ മുറിവിന് നല്ലൊരു ഒറിജിനാലിറ്റി ഉണ്ട്. പിന്നെ സന്ദേശ് കാലി സംഭവത്തിൽ ഒരുപാട് സ്ത്രീകളുടെ ശാപം കിട്ടിയിട്ടുണ്ട് മമതയ്ക്ക്. ഇനി അങ്ങനെയുള്ള വൈരാഗ്യം എന്തെങ്കിലും ആണോ എന്നുള്ളതും കണ്ടറിയാം. മുറിവ് സത്യമോ അല്ലയോ, ഭരണം നല്ലതാണെങ്കിൽ ജനം വോട്ട് നൽകും. അല്ലാതെ വോട്ട് പിടിക്കാനുള്ള സഹതാപം മെനഞ്ഞുള്ള തന്ത്രങ്ങൾ മമത ഒഴിവാക്കണം. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ജനം വിഡ്ഢിയല്ല, വിഡ്ഢിയാകുകയുമില്ല എന്നുള്ളത്.